സ്വീകാര്യതയുടെയും തള്ളപ്പെടുന്നതിന്റെയും ഇടയിലാണ് നമ്മുടെ ഏത് അമലും. ഒരുപക്ഷേ സ്വീകരിക്കപ്പെടും, ഒരുപക്ഷേ തള്ളിപ്പോകും. ഇല്ല സ്വലാത്ത് അലൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ ചെല്ലുന്ന സ്വലാത്ത് ഒഴികെ ഒരാൾ ലോകമാന്യത്തിന് വേണ്ടി സ്വലാത്ത് ചൊല്ലി എങ്ങനെയപ്പോ എല്ലാവരും ചെല്ലുന്നത് ഞാനും എങ്ങനെ ചെല്ലാതിരിക്കുക എന്ന് കരുതിപ്പോയി ഇത് സങ്കല്പിക്കുക. അങ്ങനെ കരുതാൻ പാടില്ല. അങ്ങനെ സങ്കല്പിച്ചാൽ ആ സ്വലാത്ത് പോലും അല്ലാഹു തആല സ്വീകരിക്കും. ലോകമാന്യത്തിനു വേണ്ടി ചൊല്ലിപ്പോയാൽ ആ സ്വലാത്തും അല്ലാഹു തആല സ്വീകരിക്കും. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ ഹബീബിനെ ബഹുമാനിച്ചുകൊണ്ട്. കേട്ടോ? അതുകൊണ്ട് സ്വലാത്തിന്റെ മഹത്വം വളരെ വലുതാണ്. മാത്രമല്ല ഇമാം ഖുശൈരി തന്റെ റിസാലത്തുൽ ഖുശൈരിയ എന്ന കിതാബിൽ പ്രത്യേകമായി പറഞ്ഞു, മല്ലം യജിദ് ശൈഖൻ മുറബ്ബിയൻ ഫൽയുക്സിർ സ്വലാത്ത അലൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.